ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നോമ്പ് 6ാമത്തെ ദിവസം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇതിപ്പോൾ അപ്പുറത്തുനിന്ന് എനിക്ക് നോമ്പ് തുറക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഇക്കാക്ക് ഇന്ന് ഓഫീസിലാണ് നോമ്പ് തുറ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഒരു സേമിയ പായസം ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ആട്ടോ ഷെയർ ആക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഇതിവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ തിന്നായിട്ടുള്ള ബർമസല്ലി ഉണ്ടല്ലോ, അതാട്ടോ യൂസ് ആക്കുന്ന ഈ സേമിയ പായസമാക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടതെന്ന് പറയുന്നത് ആദ്യം നട്ട്സാണ്. ആ നട്ട്സ് ഞാനിവിടെ ഉണക്കമുന്തിരി, റേസിൻസ് ഉണ്ടല്ലോ, അത് കാഷ്യൂസ്, പിന്നെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പിസ്ത ഉണ്ടെങ്കിൽ അതിടാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ പിന്നെ ബർമസല്ലിയാണ്, തിന്നായിട്ടുള്ള ബർമസല്ലിയാണ്. ഇതിപ്പോൾ ഒരു കപ്പാട്ടോ, ഞാൻ 2 കപ്പാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പുറത്തും കൂടി കുറച്ച് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് 2 കപ്പ് ആക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര, നെയ്യ്, പാല്, ഇതൊക്കെയാട്ടോ വേണ്ടത്. ഫസ്റ്റ് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഉണ്ടല്ലോ, നട്ട്സ് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കടയിൽ പീനട്ട് ഉണ്ടല്ലോ, പീനട്ട് ഉണ്ടെങ്കിൽ അതും യൂസ് ആക്കാം. ഇങ്ങനെ അതിൽ ഇങ്ങനെ പായസത്തിൽ ഇങ്ങനെ കടിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷേ ഇവിടെ മക്കൾ അങ്ങനെ കഴിക്കില്ല. എനിക്ക് പക്ഷേ ഇങ്ങനെ നട്ട്സ് കൂടുതൽ ഇടുന്നതാട്ടോ ഇഷ്ടം. അപ്പം നട്ട്സ് ഇട്ട് നട്ട്സ് നല്ലപോലെ അത് ഇങ്ങനെ റോസ്റ്റായി വരുന്ന സമയത്ത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് സെയിം പാനിൽ തന്നെ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഉണ്ടല്ലോ, ആ സേമിയ നല്ലതുപോലെ ഈ നെയ്യിൽ റോസ്റ്റാക്കിയിട്ട് എടുക്കുക. ഇത് റോസ്റ്റഡ് സേമിയ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്, എന്നാലും ഒന്നും കൂടി ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ 2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തിന്നായിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, അതാട്ടോ എനിക്കിഷ്ടം. അങ്ങനത്തെയാണ് ഞങ്ങൾ ഇപ്പോൾ പായസത്തിനാണെങ്കിലും ഇപ്പോൾ സേമിയ കസ്റ്റാർഡ് ഉണ്ടാക്കാനാണെങ്കിലും ഞാൻ ഇങ്ങനത്തെ ഈ തിന്നായിട്ടുള്ള സേമിയാണ് വാങ്ങുന്നത്. അപ്പോൾ ഈ സേമിയ നന്നായിട്ട് നെയ്യിൽ ഇതുപോലെ നല്ലപോലെ റോസ്റ്റായി വരിക. ഇത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പാല് ആഡ് ആക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് സേമിയയ്ക്ക് ഒരു 5-5.5 ഗ്ലാസ്, ആദ്യം ഫസ്റ്റ് 5 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ തികഞ്ഞില്ലാന്ന് തോന്നിയപ്പോൾ ഒരു 1/2 ഗ്ലാസും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു 5.5 ഗ്ലാസ് പാല്, 5.5 ഗ്ലാസ്സിൽ 5.5 ഈ ഒരു കപ്പ് ഉണ്ടല്ലോ, ആ കപ്പിൽ 5.5 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ തിളയ്ക്കാനായിട്ട്, ഈ നേരിയ സേമിയ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒത്തിരി ടൈം ഒന്നും എടുക്കില്ല. നമുക്ക് 10 മിനിറ്റിനുള്ളിൽ തന്നെ സേമിയ പായസം റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ലതുപോലെ പാലുണ്ടല്ലോ, അത് നല്ലതായിട്ട് തിളച്ച് വരണം. ഇപ്പോഴത്തെ കുറവാണെന്ന് തോന്നിയുകൊണ്ട് 1 ഗ്ലാസ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 5.5 ഗ്ലാസ് ആട്ടോ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് മിക്സാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ അടുക്കി പിടിച്ചിരിക്കും. അപ്പോൾ ഇത് ഇടയ്ക്ക് മിക്സാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊരു 5.5 ഗ്ലാസ്, 5.5 ടേബിൾ സ്പൂണ് പഞ്ചസാര കേട്ടോ. 5.5 കപ്പ് പാലും 5.5 ടേബിൾ സ്പൂണാണ് പഞ്ചസാരയും ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ യൂസ് ആക്കാം, കുറച്ച് വേണ്ടവർക്ക് അങ്ങനെ. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കാണ് നിങ്ങൾ യൂസ് ആക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ട് ഞാനപ്പോൾ അത് ചേർക്കുന്നില്ല, പഞ്ചസാര തന്നെയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം ഏലക്ക പൊടി ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്കോ മിൽക്ക് മെയ്ഡൊക്കെ യൂസ് ആക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ യൂസ് ആക്കാത്തത്. ഞാൻ പഞ്ചസാര തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ലാസ്റ്റ് കുറച്ചും കൂടി നെയ്യ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പായസമോ മധുരത്തിന് എന്തെങ്കിലും കുടിക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ
നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു നട്ട്സ് ഉണ്ടല്ലോ, ആ ഒരു നട്ട്സും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇവിടെ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയും ഇത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കും. പിന്നെ ഞങ്ങൾക്കും ഇതുപോലെ പെട്ടെന്ന് മധുരം കഴിക്കാനായിട്ട് പെട്ടെന്ന് ആഗ്രഹം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കും. ഞാൻ ഈ സേമിയ എപ്പോഴും വാങ്ങി ഇങ്ങനെ സ്റ്റോക്കാക്കി വെച്ചിരിക്കാറുണ്ട്. അപ്പോൾ ഇതേ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. ലാസ്റ്റ് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ലൂസായിട്ട് തോന്നും, പക്ഷേ ഇരിക്കുന്തോറും അത് കുറുകി വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഓഫ് ചെയ്യുമ്പോൾ കുറച്ചിങ്ങനെ ലൂസായിട്ട് ഇരിക്കുക, അപ്പോഴേ മാത്രമേ കഴിക്കുന്ന സമയത്ത് നല്ലതായിട്ട് വരത്തുള്ളൂ. അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവരും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ പായസം ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റായിട്ട് അറിയിക്കുക. കണ്ടോ, ഇപ്പോൾ കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. നല്ല ഒരുപാട് ലൂസും അല്ല, ഒരുപാട് ഇങ്ങനെ ടൈറ്റും ആയിട്ടല്ല, നല്ല കറക്റ്റായിട്ടുള്ള പാകത്തിന് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.